ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാതള നാരങ്ങ അച്ചാർ. ഞാൻ ഇച്ചിരി വൈകിപ്പോയി വീഡിയോ എടുക്കാൻ. അമ്മ മാതള നാരങ്ങയുടെ എന്താ പറയുക തൊലിയൊക്കെ ചെത്തി നേരത്തെ വെച്ചു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ മാതള നാരങ്ങ. ഓക്കെ, അത് വേറെ ആരുടെയും കൈകളല്ലായിരുന്നു ഗൈസ്, അതെൻ്റെ അമ്മയുടെ കൈകൾ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ആ കമ്പിളി നാരങ്ങ നല്ലോണം കഴുകി മാറ്റി വെച്ച ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മാത്രം പോരാ, അതിൻ്റെ അകത്തുള്ള ആ കുരു ഉണ്ടല്ലോ അതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ അച്ചാർ വയ്ക്കുമ്പോൾ നല്ല കയ്പുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കമ്പിളി നാരങ്ങ കുനുകുനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അങ്ങനെ അത് അരിഞ്ഞ് വെച്ച ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചു ഗൈസ്. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ചതച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കമ്പിളി നാരങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മൂടി വയ്ക്കാവുന്നവർക്ക് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് മതി മൂടി വയ്ക്കുക. എന്നിട്ട് അത് നല്ലോണം കുറുകിയ ശേഷം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട ശേഷം മുളക് പൊടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നേരത്തെ ആ സൈഡിലോട്ട് മാറ്റി വെച്ച മിക്സ് ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് നല്ല ചേർത്ത് കൊടുത്ത ശേഷം ഉലുവാപ്പൊടിയും അതിനോടൊപ്പം തന്നെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കടുക്, അതൊന്ന് എന്താ പറയുക പൊടിച്ചിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് നല്ല ഇളക്കി കൊടുത്ത ശേഷം ഉപ്പിടാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലാവശ്യത്തിന് പുളിവെള്ളം ഒന്ന് ഉപയോഗിച്ച് നല്ലപോലെ ഇളക്കുന്ന നേരത്തെ വേണം പുളിവെള്ളം ഒഴിക്കാൻ. എന്നിട്ട് നല്ലോണം ഇളക്കുക. നമ്മൾ എന്താ പറയുക ലാസ്റ്റ് കട്ട് ആവാറായിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ ഉപ്പ് കുറഞ്ഞു പോയിട്ട് നമ്മൾ വീണ്ടും ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട. ഓക്കെ, അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ അവസാന ഘട്ടമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേറൊരു പാത്രത്തിലിട്ട് അത് സെർവ് ചെയ്ത് മാറ്റുക. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളുടെ മാതള നാരങ്ങ അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. യെസ്, ആ പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ചോളം ശരിയാണ് ഗൈസ്. അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ റെസിപ്പിയെ കുറിച്ച് എന്തായാലും പറയാം. ആദ്യം ചൂടോടെ കഴിച്ചുകൊണ്ടാവാം എനിക്കൊരു കയ്പ് പോലെ തോന്നി. പിന്നെ കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, കാരണം പാകം എല്ലാം സൂപ്പറായിരുന്നു, കറക്റ്റ് ആയിരുന്നു. എന്തോ അമ്മ കുറേ നാളിന് ശേഷം വച്ചോണ്ടാവാം, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട്. സൂപ്പർ സാധനം, അടിപൊളി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഓക്കെ, ബൈ ബൈ.